മറ്റൊരു വിഷയം ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാനുള്ളത് ഈ പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനത്തിനെതിരെയുള്ള സർക്കാർ നടപടിയുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോറ്റിയെ കേറ്റിയെ എന്ന ഈ പാട്ട് CPM-നെയും അതോടൊപ്പം തന്നെ സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുകയും CPM-ന്റെ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ ഒരു കാരണമായി ഈ പാട്ട് മാറുകയും ഒക്കെ ചെയ്തു എന്ന വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ഇതോടുകൂടി പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനത്തിനെതിരെ വലിയ നടപടികൾക്ക് മുതിരുകയാണ് ഈ സർക്കാർ. കഴിഞ്ഞ ദിവസം കേസെടുത്തു. തൊട്ടു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഈ പാട്ട് നീക്കം ചെയ്തു. ഇൻസ്റ്റാഗ്രാം അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള പേജുകളിൽ നിന്നാണ് ഈ പാട്ട് പോലീസ് നീക്കം ചെയ്തിരിക്കുന്നത്. ഈ പാട്ടിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആളുകളെയെല്ലാം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്ത് വിവരങ്ങൾ നൽകാൻ തയ്യാറാണ്. പ്രശാന്ത്, ഒരു പ്രതികാര നടപടി എന്ന നിലയിലേക്ക് CPM സർക്കാർ പോകുകയാണ്. ഈ ഈശ്വരവിശ്വാസത്തെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഭക്തിഗാനങ്ങളെയും ഒക്കെ ഏറ്റവും മോശമായി ചിത്രീകരിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റ് സാംസ്കാരിക നായകന്മാരുമാണ്. പ്രത്യേകിച്ച് ഇവരുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFI തുടർച്ചയായി ഹിന്ദു വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ക്യാമ്പസുകളിൽ നടത്തുന്നതാണ്. അന്നൊന്നുമില്ലാത്ത ഒരു ഹിന്ദുത്വ ബോധം ഇപ്പോൾ പിണറായി വിജയന് വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ പ്രതികാര നടപടി മുന്നോട്ട് പോകുന്നത്? ഗൗതം, തുടർന്നും അതായത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് ഈ പാട്ട് നീക്കം ചെയ്യുന്നതിൻ്റെ നടപടികൾ ആരംഭിച്ചിരുന്നു. തുടർന്നും അത് തന്നെ പുരോഗമിക്കുകയാണ്. വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും പേജുകളിലാണ് അത് ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് നിരവധി ഈ പാട്ട് വൈറലായതിനെ തുടർന്ന് നിരവധി പേജുകളിലേക്ക് ഇത് ലൈക്ക് ചെയ്യുകയും അത് ഷെയർ ചെയ്യപ്പെടുന്ന നിരവധി ആളുകൾ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇത് കണ്ടെത്തിക്കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളുടെ പേജുകളിൽ നിന്ന് പൂർണ്ണമായിട്ടും പാട്ട് ഒഴിവാക്കുക എന്നൊരു നീക്കമാണ് ഈ സൈബർ പോലീസ് സ്വീകരിക്കുന്നതെന്ന് വേണം നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ പേജുകൾ അതോടൊപ്പം തന്നെ മെറ്റയ്ക്ക് കത്തെഴുതിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ മെറ്റയ്ക്ക് കത്തെഴുതിക്കൊണ്ട് തന്നെ കൂടുതൽ ഇടങ്ങളിൽ ഇത് ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കുക എന്നൊരു നീക്കം തന്നെയാണ് ഇപ്പോൾ ഈ സർക്കാരും പോലീസും സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യൂട്യൂബിലടക്കം പാട്ട് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ ഒഴിവാക്കുക. കാരണം ഈ പാട്ട് ഇനി സാമൂഹ്യ മാധ്യമങ്ങളിലോ മറ്റോ ഉണ്ടാകാനേ പാടില്ല, ആരുടെയും പാടാനും പാടില്ല എന്നൊരു നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത്രമേൽ സർക്കാർ പ്രതിരോധത്തിലാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം ഇത് വലിയ രീതിയിൽ ബാധിച്ചു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം CPM-ന്റെ പരാജയത്തിനൊരു വലിയ കാരണം ഈ പാട്ട് കൂടിയായിരുന്നു, ആ പാട്ടിലെ വരികൾ കൂടിയായിരുന്നു. ആ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ പാട്ടിൽ വർണ്ണിക്കുന്നുണ്ടായിരുന്നു. സ്വർണം കെട്ടത് സഖാക്കളാണെന്ന് പാട്ടിലൂടെ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം വലിയൊരു ഘടകമായി മാറുകയും ചെയ്തു. മാത്രമല്ല, തുടർന്ന് രാഷ്ട്രീയ നേതൃത്വങ്ങളടക്കം ഈ പാട്ട് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം കൂടി വന്നതോടുകൂടി തന്നെയാണ് ഇതിനെ ഒരു സംഘടനയുടെ പേരിൽ ഒരു പരാതി നൽകിക്കൊണ്ട്, അതും ഏത് സംഘടനയാണെന്ന് പോലും വ്യക്തമല്ലാത്തൊരു സംഘടനയുടെ പേരിൽ ഒരു പരാതി നേരിട്ട് DGP-ക്കാണ് നൽകുന്നത്. ഒരു പോലീസ് സ്റ്റേഷനിൽ പോലുമല്ല, DGP-ക്ക് പരാതി നൽകുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ DGP അത് സൈബർ പോലീസിന് കൈമാറുന്നു. അതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഇത് നീക്കം ചെയ്യുന്നുള്ള നടപടികൾ ആരംഭിക്കുന്നു. അങ്ങനെ വേഗത്തിൽ നടപടികൾ ആരംഭിച്ചുകൊണ്ട് പാട്ട് നീക്കം ചെയ്യുക എന്ന നിലപാടിലേക്ക് എന്ന നിലയിലേക്കെല്ലാം എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ സർക്കാർ. ഇതിൽ സർക്കാർ തന്നെ പറയുന്നത് ഇത് മതവികാരം വ്രണപ്പെടുത്തിയെന്ന ഒരു പാരഡി ഗാനം, അത് മതവികാരം വ്രണപ്പെടുത്തിയെന്നാണ് സർക്കാർ പറയുന്നത്. അതിൻ്റെ പേരിലാണ് നീക്കം ചെയ്യുന്നതാണ് പറയുന്നത്. നമുക്കറിയാം, ഒരു കാര്യം, ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പണ്ട് മഹാരാജാസ് കോളേജിന് മുന്നിലൊരു ഫ്ലെക്സ് ബോർഡ് വെച്ചിരുന്നു. അതിൽ ആർത്തവരക്തം അയ്യപ്പൻ്റെ ദേഹത്ത് വീഴുന്ന രീതിയിൽ ചിത്രം വരച്ചുകൊണ്ട് അതിൽ മോശമായ പരാമർശങ്ങൾ എഴുതി ചേർത്തുകൊണ്ടൊരു ഫ്ലെക്സ് ബോർഡ് അന്ന് മഹാരാജാസ് കോളേജിന് മുമ്പിൽ വെച്ചിരുന്നു. മാത്രമല്ല, ഇതുപോലെ സഖാക്കന്മാരായിട്ടുള്ള ആളുകളും നിരവധി CPM നേതാക്കളടക്കം ഈ അയ്യപ്പനെ അധിക്ഷേപിച്ചുകൊണ്ട്, അയ്യപ്പസ്വാമി അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ നിരവധി നടത്തിയിരുന്നു, ബ്രഹ്മചര്യത്തേക്ക് അധിക്ഷേപിച്ചുകൊണ്ട്. അന്നൊന്നുമില്ലാത്ത മതവികാരമാണ് ഇപ്പോൾ CPM-ന് ഈ പാട്ടിൻ്റെ മേളിൽ ഈ ഒരു പാരഡി ഗാനത്തിൻ്റെ പുറത്തുണ്ടായിരിക്കുന്നതെന്നാണ് ഏറ്റവും വിമർശനങ്ങളായിട്ട് ഉയരുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ഈ മതവിശ്വാസങ്ങളെയും അയ്യപ്പ വിശ്വാസത്തെയും അതോടൊപ്പം തന്നെ ഹിന്ദുധർമ്മത്തെയെല്ലാം അധിക്ഷേപിച്ച് സംസാരിച്ചവരാണ് CPM മന്ത്രിസഭയിലുള്ളത്, CPM മന്ത്രിമാർ. ആ മന്ത്രിസഭ ഇപ്പോഴും ആ മന്ത്രിസഭയിലുള്ളവർ തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ഈ പാട്ടുകൊണ്ട് മതവികാരം വ്രണപ്പെടുത്തിയെന്ന്. യഥാർത്ഥത്തിൽ പാട്ടുകൊണ്ട് മതവികാരം വ്രണപ്പെടുത്തിയതല്ല, പാട്ടുകൊണ്ട് ഉണ്ടായത് CPM-ന് വ്രണപ്പെട്ടു എന്നതാണ് ഏറ്റവും വ്രണപ്പെട്ടു എന്നതാണ് പറയേണ്ടത്. കാരണം അത് തെരഞ്ഞെടുപ്പിൽ തന്നെ ബാധിക്കുന്നത്. CPM-ന്റെ സ്വർണ്ണക്കൊള്ള ജനങ്ങൾ ഏറ്റുപാടുന്ന ഒരു സാഹചര്യം ഈ പാട്ടിലൂടെ ഉണ്ടായി. അത് ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇതോടുകൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പിലടക്കം വലിയ രീതിയിൽ പരാജയം നേരിടുന്ന നിലയിലേക്ക് എത്തി.
കൊള്ളക്കാരാണ് CPM എന്നതും സ്വർണ്ണക്കൊള്ളക്കാരാണ് CPM എന്നത് ജനങ്ങൾ ഉറച്ചുറച്ച് പറയുന്ന ഒരു നിലയിലേക്ക് ഈ പാട്ട് കൊണ്ട് ചെന്നെത്തിച്ചു. അതിൻ്റെ പ്രതികാര നടപടിയായിട്ടാണ് പാട്ടിനെ ഉന്മൂലനം ചെയ്യുക, പാട്ട് ഏതൊക്കെ പ്ലാറ്റ്ഫോമിലുണ്ടോ അതെല്ലാം നീക്കം ചെയ്യുക എന്ന നിലയിലേക്ക് സർക്കാർ എത്തുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അണിയറ ശില്പികളെ കൂടി വിളിച്ചു വരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യുന്നതിനടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. ഇന്നോ നാളെയോ ആയി അതും അതും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പ്രതികാര നടപടികൾക്ക് യാതൊരു അറുതിയുമില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും എടുത്ത് പറയേണ്ടതെന്ന് പറയുന്നത് ഈ പോറ്റിയെ കയറ്റി എന്ന ഗാനം, ആ പാരഡി ഗാനത്തിനെതിരെയാണ് ഇപ്പോൾ സർക്കാർ വലിയ രീതിയിൽ പ്രതികാര നടപടി നടത്തുന്നത്. നമുക്കറിയാം, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് CPM. ഏത് കാര്യം വന്നാലും അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് CPM എന്നാണ് അവർ പറയുന്നത്. ഇത്തരത്തിൽ ചലച്ചിത്രങ്ങളായിക്കോട്ടെ, സിനിമകളായിക്കോട്ടെ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി വാചാലരാകുന്നു. മാത്രമല്ല, നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ ഹൈന്ദവ വിശ്വാസത്തെ ഏറ്റവും കൂടുതൽ അവഹേളിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അത് CPM ആയിരിക്കും. ശബരിമലയിലെ തന്ത്രിമാർ അടിവസ്ത്രം ഇടത്തില്ല എന്ന് പറഞ്ഞത് ഒരു CPM-ൻ്റെ മുൻ മന്ത്രിയാണ് എന്ന കാര്യം നമ്മൾ ഓർക്കണം. അതോടൊപ്പം തന്നെ അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞത് DYFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും CPM-ൻ്റെ മുതിർന്ന നേതാക്കളുമൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിൽ തുടർച്ചയായി വിദ്വേഷം പരത്തുന്ന അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ മത്സരിച്ച് നടത്തിയ ആളുകളാണ് CPM-ഉം ഇവിടുത്തെ സർക്കാർ സംവിധാനവും. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഈ പോറ്റിയെ കയറ്റിയെ എന്ന പാട്ടിൻ്റെ പേരിൽ അനാവശ്യമായിട്ടുള്ളൊരു വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്ന് ഒരു ഇടവേള എടുത്ത ശേഷം മറ്റു വാർത്തകളിലേക്ക്.